കൃപാസന. യേശുവിൽ സഹോദരങ്ങളെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രീകരണം നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അമ്മയായ മറിയത്തിന് മംഗളവാർത്ത അറിയിക്കുന്ന സമയത്ത് അമ്മ മറിയം പകച്ചു നിന്നു. നീ ഒരു ശിശുവിനെ പ്രസവിക്കുമെന്ന് കേട്ടപ്പോൾ അവൾ പകച്ചു നിന്നുകൊണ്ട് ചോദിച്ചു ദൂതനോടായി, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സഹോദരങ്ങളെ, മാനുഷികമായി കഴിയാത്ത കാര്യങ്ങൾ, മാനുഷികമായി അനുഭവിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം അനുഭവിച്ചറിയാനും പൂർത്തിയാക്കാനും കഴിയും. അതുകൊണ്ടല്ലേ വചനം പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴിയായി അവൾക്ക് ഇന്നേ വരെ ഊഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഉദരത്തിൽ ശിശു രൂപം കൊള്ളുന്നു. ശിശുവിന് ജനനം നൽകുവാൻ മറിയത്തെ ദൈവം ഉപയോഗിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരുപിടി ചോദ്യങ്ങളുണ്ട്. എങ്ങനെ ഈ വ്യവസ്ഥിതികൾ മാറും? എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരാകും? മോശപ്പെട്ട ഒരു കൾച്ചറിൽ, ഒരു ജീവിത കോണ്ടെക്സ്റ്റിൽ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കും? ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനവും പിശാചിൻ്റെയും തിന്മയുടെയും സെക്കുലർ വാല്യൂ സിസ്റ്റവുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ദൈവികമായ കാര്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പ്രബലമാകും? അന്ധകാരം ലോകത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കൾ മുന്നേറും എന്ന് തുടങ്ങി 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, അന്ന് മറിയം ചോദിച്ചതുപോലെ തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. ദൈവമേ, ഇതിനൊരു മാറ്റം അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ അത് നടക്കും? ദൈവത്തിൻ്റെ അന്നുമുള്ള മറുപടിയും ഇന്നുമുള്ള മറുപടിയും ഒന്ന് തന്നെയാണ്. ദൈവദൂതനിലൂടെ പറഞ്ഞ മറുപടി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതാ, അതുമൂലം എല്ലാം സാധ്യമാവുകയും ചെയ്യും. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുന്ന സമയത്താണ് മാനുഷികമായി ചിന്തിച്ചാൽ നടക്കാൻ പാടില്ലാത്തതും സാധ്യമല്ലാത്തതുമായ കാര്യങ്ങൾ പരിപൂർണമായി നടക്കാനുള്ള കഴിവും അവസരവും നമുക്ക് ലഭിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയുടെ ചരിത്രത്തിൽ ഉടനീളവും നമുക്കിത് കാണാൻ കഴിയും. ആദ്യം നമുക്ക് പഴയ നിയമത്തിലേക്ക് വരാം. 1 സാമുവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ് സാമുവേൽ പ്രവാചകൻ പോയി ദാവീദിനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ പ്രേരണയനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ദൈവത്തിൻ്റെ പ്രേരണയനുസരിച്ച് സാമുവേൽ പ്രവാചകൻ പോവുകയാണ് ജസയുടെ ഭവനത്തിലേക്ക്. ജസയ്ക്ക് 8 മക്കളുണ്ട്. സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, സാവൂളിന് ശേഷം ഇസ്രായേലിനെ ഭരിക്കാൻ ഒരു നേതാവിനെ ആവശ്യമുണ്ട്. ആ നേതാവ് ജസയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. നിൻ്റെ മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ജസ ആദ്യം ശക്തിയുള്ളവരും ധീരരായവരും യുദ്ധങ്ങളെ നേരിടാൻ ചങ്കൂറ്റവും ബലവുമുള്ള ഒരുപാട് മനുഷ്യരെ കൊണ്ടുവന്ന് നിർത്തി, ഒരുപാട് മക്കളെ കൊണ്ടുവന്ന് നിർത്തി. 5 പേര് കഴിഞ്ഞു, 6 പേര് കഴിഞ്ഞു, 7 പേരും കഴിഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, ഇനി ആരുമില്ലേ? ജസ മറുപടി പറഞ്ഞു, ഒരു ബാലനുണ്ട്, ഏറ്റവും ഇളയവനാണവൻ. അവന് മറ്റ് പ്രധാനപ്പെട്ട ജോലികളൊന്നും നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ട് വയലിൽ പോയി ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞു, അവനെ കൊണ്ടുവരിക, അവനെ വിളിക്കുക. അവനെ വിളിച്ചു. അവനെ കണ്ട മാത്രയിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ മകൻ ഇവനാണ് എന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ പുത്രനാണ് ദാവീദ് എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ദാവീദിനെ സാമുവേൽ പ്രവാചകൻ വഴി പരിശുദ്ധാത്മാവായ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. 1 സാമുവേലിൻ്റെ
16:13 നമ്മൾ വായിക്കുന്നത്, സാമുവേൽ പ്രവാചകൻ ദാവീദിൻ്റെ തലയുടെ മുകളിൽ കരങ്ങൾ ഉയർത്തിയ മാത്രയിൽ കർത്താവിൻ്റെ അതുല്യമായൊരു ശക്തി അവൻ്റെ മേൽ വന്ന് ആവസിച്ചു. സഹോദരങ്ങളെ, ഇവന് മറ്റ് ജോലികളൊന്നും അറിയില്ല, അവന് കായിക ബലമില്ല, അവന് അത്ര കണ്ട് ശക്തിയുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫിലിസ്ത്യരും ഇസ്രായേൽ സമൂഹവും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ഫിലിസ്ത്യരെ നയിക്കാൻ ശക്തനും ധീരനുമായ ഗോലിയാത്ത് എന്നുള്ള വലിയൊരു മനുഷ്യനുണ്ട്, വലിയ ശക്തിയുള്ളവനുണ്ട്. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരും തയ്യാറല്ല. സാവൂൾ രാജാവ് ഭയന്നിരിക്കുന്നു. ജസയുടെ എല്ലാ മക്കളും ഭയന്ന് പിന്നോടുകയാണ്. സകല ജനങ്ങളും ഭയന്ന് പിന്നോടുകയാണ്. ഈ സമയത്താണ് ശിശുവായ പയ്യനായ ദാവീദ് ചെല്ലുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ യുദ്ധം നയിക്കാം, ഞാൻ ഗോലിയാത്തിനെതിരെ യുദ്ധം നയിക്കാം. സാവൂൾ പകച്ചു നിന്നു. മറിയം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കാനിരുന്ന അതേ ചോദ്യം സാവൂളും ചോദിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? നിന്നിലൂടെ എങ്ങനെ ഈ ശക്തിമാനായ ഗോലിയാത്ത് കീഴടക്കപ്പെടും? സഹോദരങ്ങളെ, ഇവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എനിക്ക് അധികമായി ഒന്നും അറിയില്ല. എൻ്റെ കയ്യിൽ ഏതാനും കല്ലുകളുണ്ട്, ഒരു കവണയുമുണ്ട്. ഞാൻ ഈ കവണ ഉപയോഗിച്ചുകൊണ്ടാണ് ആടുകളെ ഏതെങ്കിലും സിംഹമോ കരടിയോ പുലിയോ ഒക്കെ വന്ന് കൊണ്ടുപോകാൻ, തിന്ന് നശിപ്പിക്കാൻ പോകുന്ന നേരത്ത് അവയെ നേരിടാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് യുദ്ധക്കോപ്പുമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പോവുകയാണ്, കാരണം ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. ഈ യുദ്ധം കർത്താവിൻ്റേതായതുകൊണ്ട് എൻ്റെ ഈ കവണയും ഈ കല്ലും ധാരാളം മതിയാകും. സഹോദരങ്ങളെ, അവൻ പോവുകയാണ്. അവൻ ചെന്നു ഗോലിയാത്ത് കണ്ട മാത്രയിൽ പറഞ്ഞു, നീ എന്താണ് വടിയുമായി എൻ്റെ അടുത്തേക്ക് വരുന്നത്? വല്ല പട്ടീനെയും കൊല്ലാനാണോ നീ വരുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചാണ് ദാവീദിനെ കണ്ട മാത്രയിൽ തന്നെ ആസാക്കി കളയുകയാണ്. സഹോദരങ്ങളെ, ദാവീദ് വിളിച്ചു പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. നിൻ്റെ കൂട്ടത്തിൽ, നീ ഫിലിസ്ത്യരുടെ സമൂഹം മുഴുവൻ നിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവമുണ്ട്, ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കവണയിൽ താൻ സൂക്ഷിച്ചു വച്ചിരുന്ന കല്ലുകളിൽ ഒന്ന് എടുത്തുകൊണ്ട് ഗോലിയാത്ത് എന്നുള്ള തിന്മയുടെ ബിംബത്തിനെതിരെ കല്ലെറിയുകയാണ്. ഉടനെ തന്നെ കൃത്യം മർമ്മസ്ഥാനത്ത് കൊണ്ടതുകൊണ്ട് ഗോലിയാത്ത് അവിടെ മരിച്ചു വീഴുന്നു. ദാവീദ് മുഴുവൻ സമൂഹത്തെയും രക്ഷിക്കുന്ന രക്ഷകനായി രൂപപ്പെടുകയും ചെയ്യുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുക, പഴയ നിയമ ചരിത്രത്തിലുടനീളം അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചതുകൊണ്ട് ബലവത്തായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരുപാട് മനുഷ്യരെക്കുറിച്ച് ബൈബിൾ പറയും. സാമുവേൽ പ്രവാചകൻ അങ്ങനെ ഒരാളാണ്, ദാവീദ് അങ്ങനെയാണ്, സാംസൺ അങ്ങനെയാണ്. ഒരുപാട് പ്രവാചകന്മാരെയും ഒരുപാട് ദൈവദൂതന്മാരെയും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോഴും ഒരുപാട് അനുഗ്രഹീതരായ മനുഷ്യരെ നമ്മൾ കാണുന്നത് അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചിട്ടുള്ള മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവസിച്ചിരിക്കുന്ന മനുഷ്യർ. ഏറ്റവും നല്ലത് ശിഷ്യഗണത്തിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുന്നതാണ്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. ശിഷ്യന്മാർ ഭയന്നിരിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ യേശു ഓതിക്കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം എപ്പോഴും കാതുകളിൽ മന്ത്രിക്കുന്നുണ്ട്. എന്താണത്? നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന്. പക്ഷെ ഇതറിയാമെങ്കിലും ഒരുപാട് പീഡനമാണ്. സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവർ ലോകം മുഴുവനിലും അനുഭവിക്കുന്ന പീഡനങ്ങളുടെ എത്രയോ ഇരട്ടി പീഡനം ആ ഒരു കൊച്ചു സമൂഹം അവരായിരിക്കുന്ന ഇടങ്ങളിൽ നേരിടേണ്ടി വന്നു. അവർ ഭയന്നിരിക്കുകയാണ്. ഈ നേരത്താണ് കത്തോലിക്ക വിശ്വാസ പാരമ്പര്യമനുസരിച്ച് അമ്മ മറിയമാണ് ചിതറിപ്പോയ ശിഷ്യഗണത്തെ മുഴുവൻ ചേർത്ത് വെക്കുന്നത്. ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എവിടെയാണോ അവസാന വിരുന്നിൽ പങ്കുപറ്റിയത് യേശുവിനൊപ്പം, അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അമ്മ മറിയത്തിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിള് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, അത്യുന്നതൻ്റെ ശക്തി ശിഷ്യഗണത്തിൻ്റെ മേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശിഷ്യഗണത്തിൻ്റെ മേൽ ആവസിച്ചു. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് ഇതാണ്, അന്ന് തന്നെ 3000 പേര് വിശ്വാസത്തിലേക്ക് വന്നു. ഇന്ന് 2 ലക്ഷം പേര് കൺവെൻഷൻ പങ്കെടുത്താലും നിങ്ങൾക്കറിയാമല്ലോ, 3000 പേര് ഒരുമിച്ച് മാനസാന്തരപ്പെടുന്ന പ്രക്രിയയൊക്കെ അതിനുശേഷം ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ ഓർക്കുക, പത്രോസിൻ്റെ പ്രഭാഷണം കേട്ട്
ദുർബലനായ പത്രോസിൻ്റെ പ്രഭാഷണം കേട്ട്, മീൻ പിടിക്കുന്ന പത്രോസിൻ്റെ പ്രഭാഷണം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് സഭയിൽ നിരന്തരം എല്ലാ ദിവസവും തന്നെ ആളുകൾ ചേർക്കപ്പെട്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലും നമ്മൾ വായിക്കുന്നത്. വീണ്ടും പത്രോസിന് ശേഷം ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പൗലോസ് കടന്നു വരുന്നു. ധീരനായ പൗലോസ് കടന്നു വരുന്നു. അവനെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നതെന്നറിയാവോ? അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ധീരനായ യേശുവിന് വേണ്ടി അരൂപിയുടെ ആവാസം സ്വീകരിച്ച് അവൻ മുന്നോട്ട് പോയപ്പോൾ അവൻ കൊറിന്തോസിലെ സുവിശേഷം പ്രസംഗിച്ചു. അവൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് അവൻ തെസലോനിക്കായിലേക്ക് വരുമ്പോൾ തെസലോനിക്കായിലെ ജനം വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തെ കീഴടക്കിയ പൗലോസ് നമ്മുടെ ദേശത്തും വന്നിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയ പൗലോസ്, ലോകത്തെ മാറ്റിമറിച്ച പൗലോസ് ഈ ദേശത്തും വന്നിരിക്കുന്നുവെന്ന്. ഇനി നമുക്ക് വെറുതെ നിൽക്കുക സാധ്യമല്ല. മൂപ്പന്മാർ പറഞ്ഞു, ശ്രേഷ്ഠന്മാർ പറഞ്ഞു, നമ്മുടെ ആളുകളെയും ഇവർ കൊണ്ടുപോകും. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അന്ന് പൗലോസ് ലോകത്തെ കീഴ്മേൽ മറിച്ചെങ്കിൽ ഇന്ന് ലോകം സഭയെ കീഴ്മേൽ മറയ്ക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓർക്കണം, അന്ന് അവർക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഏക കാരണം എന്തായിരുന്നു? അതിൻ്റെ കാരണം അവർ മറ്റൊന്നിലുമല്ല ആശ്രയിച്ചത്. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, അവർ കാത്തിരുന്നു, ദൈവ തിരുമുമ്പിൽ നിലവിളിച്ചു. ഇത് ആദിമ സഭയിൽ മാത്രമല്ല, ആധുനിക സഭയിലും ഇതിനുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊരു സംഭവം മാത്രം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഓസ്ട്രിയയുടെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്നത് വിയന്ന പട്ടണമാണ്. 1500കളിൽ തുർക്കികൾ വന്ന് ഈ ദേശം കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, പക്ഷെ പരാജയപ്പെട്ടു. രണ്ടാമത്തെ അവരുടെ യാത്ര അവർ നടത്തിയത് 1638ലാണ്. 1638 ഒരു പ്രഭാതത്തിൽ വിയന്ന പട്ടണത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്നത് ചുറ്റുവട്ടവും 40,000-ഓളം തുർക്കി ഭടന്മാർ ആ രാജ്യത്തിൻ്റെ, ആ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ വളഞ്ഞു നിൽക്കുന്നതാണ്. അവർ അതിനെ കീഴടക്കുമെന്ന് ഉറപ്പാക്കി. തുർക്കികളെ സംബന്ധിച്ചിടത്തോളം വിയന്ന പട്ടണവും ഓസ്ട്രിയ പ്യുവർലി കാത്തലിക് കൺട്രിയാണത്. അത് മുഴുവൻ കീഴടക്കിയതിന് ശേഷം യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, എന്താണ് ചെയ്തതെന്നറിയാവോ? ഓസ്ട്രിയയുടെ അനുഗ്രഹീതരായ മനുഷ്യർ, ഭരണാധിപന്മാർ റോമിലെ പാപ്പായെ വിവരം അറിയിച്ചു. നമ്മുടെ രാജ്യം തുർക്കികൾ കീഴടക്കാൻ പോകുന്നു, വിശ്വാസികൾ ഛിന്നഭിന്നമാകാൻ പോകുന്നു, മക്കൾ ദുർബലരാകാൻ പോകുന്നു, ഒരുപാട് പേർ കൊന്നൊടുക്കപ്പെടാൻ പോകുന്നു, പീഠകൾ ഒന്നൊന്നായി ആവർത്തിക്കപ്പെടാൻ പോകുന്നു. പിതാവേ, എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുക. മാർപ്പാപ്പ ആലോചിച്ചു. മാർപ്പാപ്പ അന്ന് ഏറെ പ്രാർത്ഥിക്കുകയും ഏറെ ദൈവം സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നിയ ഒരു കപ്പൂച്ചൻ വൈദികൻ, ഫാദർ മാർക്കോ ഫോൺ അവിയാനോ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റിനെ അവരുടെ സമീപത്തേക്ക് വിട്ടു. എന്നിട്ട് അവരോട് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു, പട്ടാളക്കാരെല്ലാം ഈ വൈദികൻ എന്തു പറയുന്നുവോ അതായിരിക്കണം അനുസരിക്കേണ്ടത്. ഫാദർ മാർക്ക് ഫോൺ അവിയാനോ അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, മാനുഷികമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കും, രാജ്യം അവർ കീഴടക്കും, വിശ്വാസം ഇതിലൂടെ തിരോഭവിക്കും, സകലതും തകർക്കപ്പെടും. പക്ഷേ നമുക്ക് ആശ്രയിക്കാൻ ദൈവമുണ്ട്. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തന്നെ തകർത്ത് കളഞ്ഞ ആ ദേവാലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കാളൻബർഗ് എന്ന് പറയുന്ന ഒരു മലയിലേക്ക്, അവിടെ തകർന്നു കിടക്കുന്നൊരു ദേവാലയത്തിലേക്ക് അവർ പോവുകയാണ്. 40,000 ഭടന്മാർ ഇതാ അവിടേക്ക് കയറി ചെന്നു. അവർ 2 രാത്രിയിൽ, മഞ്ഞണിഞ്ഞ രാത്രികൾ, അതെല്ലാം സഹിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. അവർ നിലവിളിച്ചു, ഓ പിതാവേ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മാനുഷികമായി ഞങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഇവർ രാജ്യം കീഴടക്കും, രാജ്യം ദുർബലമാകും, വിശ്വാസം തിരോഭവിക്കും, സകലതും തകർക്കപ്പെടും. നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. സഹോദരങ്ങളെ, ഇവർ കരങ്ങൾ ഉയർത്തി 40,000 ഭടന്മാർ ഈ കപ്പൂച്ചൻ വൈദികനോട് ചേർന്ന്
അമ്മ മറിയത്തോട് ചേർന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്തെന്നില്ലാത്ത അത്യുന്നതിൻ്റെ ശക്തി അവരുടെ മേൽ ആവസിച്ചു. ഭടന്മാരെ നയിക്കുന്ന പട്ടാളത്തിൻ്റെ നേതാവ് എന്ന് ചോദിച്ചു, എങ്ങനെ നമുക്കിവരെ നേരിടാൻ കഴിയും? ആ അച്ഛൻ പറഞ്ഞു, നമുക്കവരെ നേരിടാൻ കഴിയും. ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചത്, എങ്ങനെ സംഭവിക്കും? അതെങ്ങനെ സംഭവിക്കും? ഉടനെ വൈദികൻ പറഞ്ഞു, നമ്മുടെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അവരെ നേരിടാൻ നമുക്ക് കഴിയും. സഹോദരങ്ങളെ, 40,000 ഭടന്മാർ എന്തെന്നില്ലാത്തൊരു ശക്തി സ്വീകരിച്ചുകൊണ്ട് കാളൻബർഗ് മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. ചുറ്റുവട്ടത്തും 2 ലക്ഷം പട്ടാളക്കാർ വലിയ യുദ്ധസാധനങ്ങളുമായി സാമഗ്രികളുമായി കാത്തു നിൽക്കുകയാണ്. പീരങ്കികളുമായി കാത്തു നിൽക്കുകയാണ് ഇവരെ നശിപ്പിക്കാൻ. എന്താണ് സംഭവിച്ചതെന്നറിയാവോ? ഇവർ 40,000 പേർ ഈ മലയിൽ നിന്ന് ഇറങ്ങി വന്ന മാത്രയിൽ ശക്തമായൊരു കൊടുങ്കാറ്റ് ആ ദേശത്ത് വീശുകയും ആ ഭടന്മാർ മുഴുവൻ തകർന്നു വീഴുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ആധുനിക സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദൈവികമായ ഒരു ഇടപെടലായി വ്യാഖ്യാനിക്കപ്പെടുന്നൊരു സംഭവമാണ് ഓസ്ട്രിയയിൽ അന്ന് നടന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 2 ലക്ഷം ഭടന്മാരിൽ അവർ ഉപേക്ഷിച്ച് കളഞ്ഞ പീരങ്കികളൊക്കെ ചേർത്തുകൊണ്ട് അന്ന് ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ തങ്ങളെ കാത്തു എന്നുള്ളതിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായി ആ പീരങ്കികളെല്ലാം അവർ മെഴുകുപോലെ ഉരുക്കിയെടുത്ത് അവിടെയുള്ള ബസിലിക്കായിൽ മണികൾ തീർത്ത് വച്ചിരിക്കുന്നു. ഇപ്പോൾ പോയാലും നമുക്ക് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വലിയ മണികൾ കാണാൻ പറ്റും. പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ആ മണികൾ മുഴക്കിക്കൊണ്ട് ദൈവസാന്നിധ്യം അവർ വിളിച്ചറിയിക്കും. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഓർക്കണം, മാനുഷികമായി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഈ കുഞ്ഞിൽ എങ്ങനെ ഒരു മാറ്റം സംഭവിക്കും? എൻ്റെ ഭവനത്തിന് ഒരു കരക്കയറ്റം എങ്ങനെ ഉണ്ടാകും? ഈ രോഗപീഠയിൽ നിന്ന് എങ്ങനെ മോചനമുണ്ടാകും? മാനുഷികമായി ഒരുപാട് വഴികളിൽ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. മാനുഷികമായി ഒട്ടേറെ കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലെ മാടപ്രാവേ, നീ ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണം, നീ ഞങ്ങളെ നയിക്കണം, നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഉണ്ട് എന്ന് മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളും ഞാനും തിരിച്ചറിയും. നമ്മൾ വളരെ വിരസമായിട്ട് പോകുന്ന സമയങ്ങളുണ്ട്. പ്രാർത്ഥിച്ച് മടുക്കുന്നവർ, വിശ്വാസ ജീവിതത്തിൽ പോലും ഏറെ വിഷമതകൾ അനുഭവിക്കുന്നവർ, എല്ലാ വിധത്തിലും തകരുന്നവർ, സെമിനാരിയിലോ മഠങ്ങളിലോ താമസിക്കുന്നവർ, നിരന്തരമായ ചിരപരിചിതമായ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നത് കൊണ്ട് ബോറിംഗായി അനുഭവപ്പെടുന്നവർ. സഹോദരങ്ങളെ, സങ്കീർത്തകൻ പറയുന്നത് ഓർക്കുക, ആത്മാവ് സകലത് നവീകരിക്കുന്നു. ആത്മാവ് സകലത് നവീകരിക്കുന്നു. ഫ്രഷ് ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫ്രഷ് ആക്കുന്നത്, നമ്മളെ കുറേ കൂടി ഉന്മേഷവാന്മാരാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഫ്രഷ് ഔട്ട് പോറിംഗ് ഓഫ് ദ മൈറ്റി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത്, നിശ്ചലമായിരിക്കുന്നത് ജീവൻ പ്രാപിക്കുന്നു, കുറേ കൂടി ബലം നമുക്ക് കിട്ടുന്നു. സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന സഭാ സമൂഹങ്ങൾ, ഇടവക സമൂഹങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ ഒരുപക്ഷെ ഒരു മുരടിച്ച അവസ്ഥയിലായിരിക്കാം, വളരെ സ്റ്റാറ്റിക്കായി പോയിട്ടുണ്ടാകാം. ഓർക്കുക, ഇന്നു മുതൽ ഈ ദിവസം വളരെ പ്രത്യേകമായും കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ശിഷ്യഗണത്തിൽ വന്നു നിറഞ്ഞതുപോലെ തന്നെ, അമ്മ മറിയത്തിൽ വന്നു നിറഞ്ഞതുപോലെ തന്നെ, പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ തന്നെ, സഭയെ വഴി നടത്തുന്നത് പോലെ തന്നെ, പുത്തൻ അഭിഷേകവും ശക്തിയുമായി ഞങ്ങളിലേക്ക് വന്ന് വാസമുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എങ്കിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ശക്തി കൊണ്ട് നിറയും. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വീണു പോയവനെ കൊണ്ട് വീണു പോകുന്ന സകല മനുഷ്യരെയും ഉയർത്തി ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുവാൻ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മുരടിച്ചു പോയ പലതിനെയും ബലവത്താക്കി വീണ്ടും ജീവൻ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നിശ്ചലമായ പലർക്കും ഒഴുകാൻ വീണ്ടും ശക്തിയും
പ്രേരണയും കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പിലായിരിക്കാം. ഉപാസന ഉപാസന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരമപരിശുദ്ധനായ സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ രൂപം നൽകിയ, മനുഷ്യകുലത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുവാൻ കാത്തു നിൽക്കുന്ന ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഒന്നു ചേർന്നിരിക്കുന്നത്. മാലാഖാവൃന്ദങ്ങൾ ഒന്നു ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചു വണങ്ങുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം എല്ലാവരും അണഞ്ഞിരിക്കുന്നത്. ഇതാ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ ദിവ്യകാരുണ്യം നമ്മുടെ സമീപത്തേക്ക് വരുന്നു. ആകാശത്തിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാക്കി തരുവാൻ ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു. എൻ്റെ ശരീരം എന്നോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കാനും ചേർന്നിരിക്കുവാനും എൻ്റെ സമീപത്തേക്ക് വരുന്നു. നാളുകൾക്ക് മുമ്പ് ശിഷ്യഗണം മുഴുവൻ കർത്താവ് നൽകിയ പ്രതീക്ഷയും സ്വപ്നവുമായി നടന്നു നീങ്ങുമ്പോഴാണ് യേശു അവരിൽ നിന്നും മറഞ്ഞു പോകുന്നത്. അവർ ചിന്തിച്ചു, എങ്ങനെ ഇതെല്ലാം മനോഹരമാക്കി തീർക്കാൻ കഴിയും? എങ്ങനെ ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ പോയി സുവിശേഷം പറയാൻ കഴിയും? എങ്ങനെ വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും? യഹൂദരെ ഭയന്ന് കതകടച്ച് അന്നവർ സെഹിയോൻ മാളികയിൽ അമ്മ മറിയത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നു ചേർന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലായിരുന്നു. അവർ പലരും ഭയപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. എങ്ങനെ നാളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ കരങ്ങൾ കോർത്ത് ഒരു പിടിയും ജീവിതത്തെക്കുറിച്ചില്ലാത്തത് കൊണ്ട് അവർ ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആരാധനകൾ അർപ്പിക്കാൻ തുടങ്ങി. സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകാശമേഘങ്ങളെ വിഭജിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവരെ ബലപ്പെടുത്തി, അവരെ ശക്തിപ്പെടുത്തി. ഇതാ, ലോകത്തെ മുഴുവൻ കീഴടക്കാൻ തക്കവിധത്തിലുള്ള ശക്തിയുള്ള വ്യക്തികളാക്കി അവരെ രൂപാന്തരപ്പെടുത്തി. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലെ മാടപ്രാവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ആദിമകാലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, പാപത്തിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും വിജയം നേടുവാൻ ശക്തിയായി, അഭിഷേകമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നീ ഇപ്പോൾ കടന്നു വരണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പാവന റൂഹാ
റൂഹായേ നീ പറന്നിറങ്ങണമേ. പാപികളേഴകളിൽ നീ നിന്നിറവേകണമേ. പാവന റൂഹായേ നീ പറന്നിറങ്ങണമേ. പാപികളേഴകളിൽ നീ നിന്നിറവേകണമേ. സഹിയോൻ മാളികയിൽ നീ കാറ്റായി വന്നതുപോ, സഹിയോൻ മാളികയിൽ നീ കാറ്റായി വന്നതുപോ, പ്രാർത്ഥിക്കാനണയും ഇവരിൽ വന്നു നിറഞ്ഞിടണേ. പ്രാർത്ഥിക്കാനണയും ഇവരിൽ വന്നു നിറഞ്ഞിടണേ. പാവനനേ വരദായകനെ പരിപാവന റൂഹായേ. പാവനനേ വരദായകനെ പരിപാവന റൂഹായേ. പാവന റൂഹായേ നീ പറന്നിറങ്ങണമേ. പാപികളേഴകളിൽ നീ നിന്നിറവേകണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടും എന്ന് ചിന്തിക്കുന്നവർ കർത്താവെ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങൾ എങ്ങനെ ഐശ്വര്യത്തിലേക്ക് മടങ്ങും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ എങ്ങനെ യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന് ഭയപ്പെടുന്നവരും ആകുലപ്പെടുന്നവരും ഞങ്ങളുടെ ഇടയിലുണ്ട്. ജോലിയില്ലാത്തത് മൂലം എങ്ങനെ നല്ലൊരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നുപെടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. വന്ധ്യമായ ഉദരവും കരങ്ങൾ ഉയർത്തിയ പ്രാർത്ഥനയുമായി നാളുകളോളം ചെലവഴിച്ചിട്ടും ഞങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരുണ്ട്. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളത് നിനക്കാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിച്ച് കഴിഞ്ഞാൽ ഞങ്ങളും രൂപാന്തരപ്പെടും. എല്ലാം ഞങ്ങൾക്ക് സാധ്യമാകും. ആടിനെ മേയിച്ചു നടന്ന ദാവീദ് ഒരു ജനതയുടെ മുഴുവൻ പ്രവാചകനും രാജാവുമായി രൂപാന്തരപ്പെട്ടെങ്കിൽ, മീൻ പിടിച്ച് നടന്ന പത്രോസ് സഭാഗാത്രത്തിൻ്റെ ആദ്യത്തെ ഭരണാധിപതിയായി മാറിയെങ്കിൽ, സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അമ്മ മറിയം യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന അനുഗ്രഹീതയായ സ്ത്രീയായി മാറിയെങ്കിൽ, സാധാരണക്കാരിലൂടെ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആദിമകാലങ്ങളിൽ എന്നതുപോലെ ആവസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലെ മാടപ്രാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.